സഹോദരിമാരെ, നമ്മളുടെ ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നടക്കം 14 ജില്ലയിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ അറിഞ്ഞതുപോലെ ഇന്നലെയും മെനഞ്ഞാന്നുമായി സർക്കാർ നേരിട്ട് നമ്മുടെ ഉപരോധത്തെ തടയുവാൻ ഇന്ന് കേരളം മുഴുവൻ നിർബന്ധിത ട്രെയിനിങ് വെച്ചു. ആ ട്രെയിനിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അത് മുടക്കിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആശാവർക്കർമാർ. ഈ കേരളത്തിലെ 26,125 ആശാവർക്കർമാരും മനസ്സുകൊണ്ടിപ്പോൾ ഇവിടെയാണ്. അവരെ പൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഭരണകൂടം നമ്മുടെ ആശാവർക്കർമാരെ വിവിധ ജില്ലകളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. പക്ഷേ കാരണം പാലക്കാട് നിന്ന് ഇപ്പോ ഫോട്ടോ വരുന്നു. അവർ സ്വന്തം PHSയുടെ മുന്നിൽ കറുത്ത ബാറ്റ് ധരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ഇത് 50 പേരുടെ സമരമാണെന്ന് ആക്ഷേപിക്കുന്നു. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നിങ്ങൾക്ക് എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഈ കേരളത്തിലെ ആശാവർക്കർമാർ ഒരു സംഘടിത ശക്തിയായി വരുന്നു. നമ്മളപ്പുറത്ത് കണ്ടു അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പണിയെടുക്കുന്ന ആളുകൾ, കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പൊരുതാനുറച്ച് തെരുവിലേക്ക് വരികയാണ്. നമ്മളുടെ സമരം കൊടുത്ത ആവേശം, നമ്മുടെ സമരം നൽകിയ ഊർജം ഇത് കെട്ടുപോകില്ല. ഇത് കെടാൻ നമ്മൾ അനുവദിക്കില്ല. ഒന്നാമത്തെ ദിവസം മുതൽ നമുക്കെതിരെ കേസുകൾ, ആക്ഷേപം, പരിഹാസ്യം, മ്ലേച്ഛം, അശ്ലീലം. ആര് പറയുന്നു? ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. നമ്മൾക്ക് തലകുനിക്കില്ല, നമ്മൾ തലകുനിക്കില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് 232 രൂപ ഞങ്ങൾക്ക് അണിഞ്ഞു തരുന്നു. ഞങ്ങൾക്ക് 232 രൂപ വേണ്ട, ഞങ്ങൾ വേണ്ടാന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് അന്തസ്സാർന്ന ജീവിതം വേണം. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ 700 രൂപ തരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് വേണം. 700 രൂപ വേണം. 4 വർഷം കഴിഞ്ഞു. 700 രൂപ പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട് മുൻകാല പ്രാബല്യം ചോദിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഔദാര്യം. ഇനി മുതൽ തരണം. അതുകൊണ്ട് ഈ കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി നമ്മുടെ ഗവൺമെന്റിന് അറിയില്ല. കൂടെ സ്ത്രീകളെ നിർത്തിയിട്ട് നമ്മളെ നോക്കി അശ്ലീലം പറയുവാൻ ധൈര്യമുള്ള നേതാക്കളാണ് ആ പാർട്ടി ഭരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിട്ടുകൊടുക്കില്ല. നമുക്കിത് വിട്ടിട്ട് പോകാൻ കഴിയില്ല. എങ്ങോട്ടാ പോകേണ്ടത്? അടിമപ്പണിക്ക്. അടിമപ്പണിക്ക് പോണോ? അടിമപ്പണിക്ക് പോകാൻ കേരളത്തിലെ സ്ത്രീകൾ, സ്ത്രീ തൊഴിലാളികൾ, ആശാവർക്കർമാർ തയ്യാറല്ല. അതുകൊണ്ട് ഈ ഉപരോധ സമരം നമ്മളൊരു പ്രതീകാത്മകമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഉപരോധ സമരം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പറയുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? 36 ദിവസം ആയിട്ടും സ്ത്രീപക്ഷ ഗവൺമെന്റ് നേരത്തെ ഒരാശ പറഞ്ഞല്ലോ, സ്ത്രീ സുരക്ഷയ്ക്ക് ടോൾ ഫ്രീ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. കക്കൂസിന്റെ മൂലയിലും ട്രെയിനിന്റെ വാതുക്കലും കണ്ടടത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് സുരക്ഷിതത്വം? തൊഴിലെടുക്കുന്നവന് സുരക്ഷിതത്വമില്ല. കടുത്ത തൊഴിൽ ചൂഷണം. നമ്മുടെ സമരം ഇന്ന് രാജ്യത്തെമ്പാടും ചർച്ചയായി. പാർലമെന്റിന്റെ 2 സഭകളിലും ചർച്ച ചെയ്യുവാൻ നിർബന്ധിതമായി. വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അങ്ങ് രാജ്യസഭയിലും പാർലമെന്റിലുമൊക്കെ. നമ്മുടെ വിജയം ഈ കൊച്ചു കേരളത്തിൽ, ഈ തലസ്ഥാന നഗരിയിൽ തുടങ്ങിയ സമരം ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആശാവർക്കർമാർക്കും പ്രതീക്ഷയേകുന്ന ഒരു സമരമായി മാറിയിരിക്കുന്നു. BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിക്കുന്ന ജനങ്ങളാണ്. ഈ രാജ്യത്ത് കാണുന്ന
ഈ സകല വികസനവും ഈ രാജ്യത്തെ തൊഴിലാളികൾ സൃഷ്ടിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മുതലാളി പണിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അദാനി പണിയെടുക്കുന്നുണ്ടോ? അംബാനി പണിയെടുക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ ഡോക്ടറും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും എന്തിന് സകല ആളുകളും പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന വികസനം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് പണിയെടുക്കുന്നവന്റെ നേരെ നിങ്ങൾ പണിയെടുക്കാത്തവർ കണ്ണുരുട്ടി കാണിക്കണ്ട. ഞങ്ങൾ അത് അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് പണിയെടുക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ കൂലി പറ്റുവാനും ഞങ്ങൾക്ക് ആർജവമുണ്ട്. അതുകൊണ്ട് ഈ ഉപരോധ സമരം സർക്കാർ കാണണം. 26,000 പേര് വന്നാലേ നിങ്ങൾ പരിഗണിക്കുമെങ്കിൽ ഞങ്ങൾ സമയമെടുത്ത് 26,000 പേരെ എത്തിക്കാം. നിങ്ങൾ പറയുന്നിടത്ത് എത്തിക്കാം. കൂലി കൂട്ടണോ വേണ്ടിയോ എന്ന്. അതുകൊണ്ട് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിബദ്ധങ്ങളെ നിങ്ങൾ ഓർക്കണം. വരുമാനമില്ലാത്ത ആശാവർക്കർമാരാണ് ഇരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് വെക്കുന്ന കഞ്ഞി കുടിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അത്തരത്തിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ നോക്കി ഇനിയും നിങ്ങൾ പല്ലിളിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആശാ സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിജയം നമ്മളോടൊപ്പമാണ്. വിജയം വരെയും മുന്നോട്ട്, ഒറ്റക്കെട്ടായി മുന്നോട്ട്, വിജയം വരെയും മുന്നോട്ട്, അടിവച്ചടിവച്ച് മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, പിന്നോട്ടില്ല പിന്നോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്, സെക്രട്ടേറിയറ്റ് ഉപരോധം സിന്ദാബാദ്, കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ സിന്ദാബാദ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉപരോധം കുറച്ചധികം നേരം നീണ്ടു നിൽക്കും. എല്ലാവരും അവിടെ കിടക്കണം. എല്ലാ സഹോദരിമാരും ഈ റോഡിലേക്ക് കിടക്കണം. ഈ റോഡിൽ നമ്മൾ കിടക്കുകയാണ്. നമുക്ക് കിടക്കാൻ വാടക വീടില്ല. ഒരു വാടക വീട് പോലും ഇല്ലാത്ത രോഗികളായ ക്യാൻസർ ബാധിച്ച